വടകരയിൽ നിന്ന് കണ്ണുകൊണ്ട് കാണുന്ന വികസന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ മോദി സർക്കാർ നടപ്പിലാക്കിയതെന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ദിലീപ് പറഞ്ഞു. വടകര റെയിൽവേ സ്റ്റേഷൻ മുതൽ ജില്ലാ ഹോസ്പിറ്റൽ വരെ ഇതിൽ പെടുമെന്നും ദിലീപ് പറഞ്ഞു. വടകര പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സ്ഥാനാർത്ഥിയോടൊപ്പം മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ദിലീപ്. വികസിത കേരളം ഉൾപ്പെടെ 3 മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA കേരളത്തിൽ മത്സരിക്കുന്നതെന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ദിലീപ് പറഞ്ഞു. എല്ലാ ജനവിഭാഗം ജനങ്ങളെയും ചേർത്തു പിടിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നതെന്നും വടകരയിൽ ഇന്ന് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും നരേന്ദ്രമോദി നടപ്പിലാക്കിയതാണെന്നും ദിലീപ് പറഞ്ഞു. വടകര അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുകയാണ്. കേരളത്തിലെ പാർട്ടി 3 മുദ്രാവാക്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിച്ചത്. അതിലൊന്ന് വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം എന്നിവയാണ്. കാരണം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ദേശീയ ജനാധിപത്യ സഖ്യം ഉയർത്തിയത്. അതിൻ്റെ റിസൾട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലൂടെ ജനങ്ങൾ BJPക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വികസന രാഷ്ട്രീയമാണ് BJP പറയുന്നത്. കഴിഞ്ഞ 12 വർഷമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ അത് എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് ഏത് വികസനമാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയാണെങ്കിലും, അതേപോലെ തന്നെ ജനൌഷധിയുടെ കാര്യമാണെങ്കിലും, എല്ലാ വീടിലും കുടിവെള്ളം എത്തിക്കുന്ന ജൽജീവൻ മിഷന്റെ കാര്യമാണെങ്കിലും, ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതിയാണെങ്കിലും, PM ശ്രീ പദ്ധതിയാണെങ്കിലും, എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തുന്ന ചേർത്ത് നിർത്തുന്ന ഒരു വികസന കാഴ്ചപ്പാടാണ്, അതിനനുസരിച്ചിട്ടുള്ള പദ്ധതിയാണ് കഴിഞ്ഞ 12 വർഷമായി രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രകടമായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ വടകരയിൽ നമുക്ക് കാണാൻ സാധിക്കും. വടകരയുടെ റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയത് നരേന്ദ്രമോദി ഗവൺമെന്റാണ്. അതേപോലെ തന്നെ 6 വരി ദേശീയപാത ഏകദേശം 1 വർഷത്തോ കൊണ്ട് ആ പണി പൂർത്തീകരിക്കും. അതും കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. ജില്ലാ ആശുപത്രിയായ വടകര ഗവൺമെന്റ് ആശുപത്രിക്ക് പുതിയ കെട്ടിടത്തിന് വേണ്ടിയിട്ട് 87 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജൂബിലി കുളം നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്നത്. നമ്മുടെ കുടുംബ കോടതിയുടെ പുതിയ കെട്ടിടത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള ജൽജീവൻ മിഷൻ പദ്ധതി, അത് നഗരസഭയിൽ അമൃത് പദ്ധതി എന്നുള്ള രീതിയിലാണ്. അതിനും 60% ഫണ്ട് കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പം നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന വികസന പ്രവർത്തനങ്ങൾ വടകരയിൽ നടത്തിയത് മുഴുവനായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളാണെന്ന് ഏതൊരു കുട്ടിക്കും മനസ്സിലാക്കാൻ സാധിക്കും. വടകര കാലാകാലങ്ങളായിട്ട് പ്രതിനിധീകരിച്ചവർ അവർ ഇന്ന മേഖലയിൽ ഇന്ന കാര്യം ചെയ്തു എന്ന് അവർക്ക് പറയാൻ സാധിക്കില്ല. സാധാരണ കിട്ടുന്ന MLAയുടെ ആസ്തി വികസന ഫണ്ട് അത് ഉപയോഗിക്കുന്നതിനല്ലാതെ മറിച്ച് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ വടകരയിൽ നടത്തി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം വടകരയിലെ തീരദേശ മേഖല ചോമ്പാൽ ഹാർബർ, ആ ഹാർബറിൻ്റെ ശോചനീയമായ അവസ്ഥയാണ്. അവിടെ ടോയ്ലറ്റ് സൗകര്യമില്ല, ശുദ്ധജലമില്ല, അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് പോലും മര്യാദയ്ക്കില്ല. അവിടെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ ബോട്ടുകൾ അവിടെ വേസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആ തീരത്ത്.
ഒരു 4-5 വർഷം കഴിയുമ്പോഴേക്ക് ആ ഹാർബർ തന്നെ ഇല്ലാണ്ടാവും. കാരണം ആ ഡ്രഡ്ജിങ് കൃത്യമായിട്ട് നടക്കുന്നില്ല. ആ ബോട്ടുകളൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ ബോട്ടുകളൊക്കെ കടൽ ഭിത്തിയിൽ അടിച്ചിട്ട് തകർന്നു പോകുന്ന കാഴ്ചയാണ് അവിടെ സന്ദർശിച്ച സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഏറ്റവും താഴെത്തട്ടിലുള്ള പാവപ്പെട്ടവരെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന സമയത്ത് ഞാൻ കുന്നുമക്കരയും മേപ്പയിലൊക്കെയുള്ള കൈത്തറി തൊഴിലാളികളുടെ ആ നെയ്ത്തുശാലകൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 6 മാസമായി ആ കൈത്തറി തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാത്തത് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? തുച്ഛമായ ശമ്പളമാണ്, അത് കഴിഞ്ഞ 6 മാസമായിട്ട് ലഭിക്കുന്നില്ല. അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളായിട്ടുള്ള തുണിത്തരങ്ങൾ ഹാൻഡെക്സിലേക്കാണ് അവർ സപ്ലൈ ചെയ്യുന്നത്. ഹാൻഡെക്സ് കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിലുള്ള സൊസൈറ്റികൾക്ക്, കൈത്തറി സൊസൈറ്റികൾക്ക് കിട്ടാനുള്ളത്. ഇങ്ങനെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ, അത് മൺപാത്ര നിർമ്മാണം, കരകൗശല നിർമ്മാണം, അതേപോലെ തന്നെ കൈത്തറി നിർമ്മാണം, ഇങ്ങനെയുള്ള പാരമ്പര്യ കൈത്തറി കരകൗശല മേഖലകളൊക്കെ തകർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ വടകരയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് 2 മുന്നണികളെ മാത്രം പരീക്ഷിച്ച് വിജയിപ്പിച്ചതാണ് വടകരയിൽ. അപ്പോൾ വടകരയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. വടകരയ്ക്കും നരേന്ദ്രമോദിയുടെ വികസനം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥിക്ക് വിജയിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹം വടകരയുടെ മനസ്സിനുണ്ട്. അതിനനുസരിച്ച് അവർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ.